ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 21 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 50 മാർക്കിലേക്ക് ഈ പറയുന്ന ഡിസ്കഷൻ കൊണ്ടുപോയി എത്തിക്കുന്നതായിരിക്കും. കാരണം PSC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ എന്താണ് PSC എന്താണോ ചോദിച്ചത് അല്ലെങ്കിൽ PSC ഇനി എന്താണോ ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ ഏറ്റവും പെട്ടെന്ന് എത്താനുള്ള ഏറ്റവും ഷോർട്ട് കട്ട് മെത്തേഡാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ബാക്കിയുള്ള 4 ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് PSC നിലവിൽ ചോദിച്ച ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ ഇനി എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചും മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തൊരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമാണ് പെട്ടെന്ന്, അതായത് നമ്മൾ ഒരു റാങ്ക് ഫയൽ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഡീപ്പായിട്ട് പഠിച്ച് സെറ്റ് ചെയ്ത് പോകേണ്ടി വരും. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിൽ കൂടെയും നമ്മുടെ റിവിഷൻ പോകുന്നതായിരിക്കും. അതായത് ഇംഗ്ലീഷിൽ അവിടെ റിവിഷൻ വരുന്നു, മാത്സിൽ അവിടെ റിവിഷൻ വരുന്നു, അതേപോലെ തന്നെ എന്താണ് GKയിൽ അവിടെ റിവിഷൻ വരുന്നു, സയൻസ് സബ്ജക്റ്റുകളിൽ റിവിഷൻ വരുന്നു. അങ്ങനെ ഓൾ ഇൻ ഓൾ റിവിഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2022 മുതലുള്ള ചോദ്യപേപ്പറുകൾ 21 ചോദ്യപേപ്പറുകളാണ് PSC LD നിലവാരത്തിൽ ചോദിച്ചേക്കുന്നത്. ആ ചോദ്യപേപ്പറുകൾ നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തെ 4 ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നു. ഓക്കെ, ഏകദേശം 400ഓളം ഫാക്റ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഈ പറയുന്ന ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതേപോലെ തന്നെ GK പാർട്സ്, അതേപോലെ സയൻസ്, ഇതിൻ്റെ അകത്തുനിന്ന് 400ഓളം ഫാക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 21 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഏകദേശം 8400ഓളം ഫാക്റ്റ് ആണ് ഒരു ഉദ്യോഗാർത്ഥി പഠിക്കുന്നത്. അതായത് PSCയുടെ LD നിലവാരത്തിൽ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാം എന്താണ് വിശദീകരണമായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ 8400 എന്ന് പറയുന്നത് ആ ചോദ്യവും അതിൻ്റെ 4 ഓപ്ഷനും അതിൻ്റെ ഉത്തരവും മാത്രം പറയുമ്പോഴാണ് ഈ പറയുന്ന 8400 ഫാക്റ്റിലേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല പഠിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ അനാലിസിസ് ആയിരിക്കും നമ്മൾ അതിൻ്റെ അത് സെറ്റ് ചെയ്യുന്നത്. അതായത് ഏകദേശം 10,000ഓളം കൂടുതൽ ഫാക്റ്റുകളായിരിക്കും നമ്മൾ ഈ ഒരു 21 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് ഓൾ ഇൻ ഓൾ റിവിഷൻ. ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ എല്ലാ സബ്ജക്റ്റുകളിലൂടെയും നിങ്ങൾ കയറി ഇറങ്ങി പോകുന്ന ഒരു ഗംഭീര റിവിഷനാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റൊന്നുമല്ല, 100% നിങ്ങൾ ആദ്യത്തെ 100 റാങ്കിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ചെയ്യുന്ന ഒരു മിഷനാണ് നമ്മുടെ ഈ PYQ ഡിസ്കഷൻ 21 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ടെലഗ്രാം ഫാമിലിയിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം മാത്സ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ലാത്തതുകൊണ്ട് മാത്സ് വർക്കൗട്ട് ചെയ്ത് നേരെ ടെലഗ്രാമിലേക്ക് ഞാൻ ഇട്ട് തന്നേക്കാം. അതേപോലെ തന്നെ എന്താണ്, യൂട്യൂബിൽ ഇഷ്ടംപോലെ ചാനലുകളുണ്ട് മാത്സ് കാണാനായിട്ട്. എനിക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ലൈവോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് മാത്സിൻ്റെ ഒരു ഡിസ്കഷൻ വയ്ക്കാം. അല്ലാതെ എനിക്ക് അറിയാൻ പറ്റുന്ന എല്ലാ ടിപ്സുകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് തരും മാത്സുമായി ബന്ധപ്പെട്ട്. ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകാം. കാരണം നമുക്ക് നിലവിൽ ബോർഡില്ല എന്നുള്ള ഒരു ഒറ്റ പ്രശ്നം കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, എന്നാലും നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ PYQ ഡിസ്കഷൻ പോകുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ ഒരു എന്താണ്, നിലവിലൊരു ട്രാക്കിലേക്ക് വരാതിരിക്കുകയോ അല്ലെങ്കിൽ പഠനം പേടിപ്പെടുത്തിയിരിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇനി എങ്ങനെയാണ് റിവിഷൻ ചെയ്യുന്നത് എന്നുള്ള ടെൻഷനിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൂടെ കൂടാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു LDCയിൽ ആദ്യത്തെ 100 റാങ്കിലേക്ക് വരാനായിട്ട് ഈ ഒരു ക്വിക്ക് റിവിഷൻ എന്ന് പറയുന്ന 21 PYQ ഡിസ്കഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ്, എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ നിർദ്ദേശങ്ങൾ എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ LDCക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നിലവിലൊരു 75 ഹോട്ട് ടോപ്പിക് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 17 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്ലാസ്സുകൾ അടുത്ത ദിവസം തന്നെ അത് വരും.
ഏകദേശം 25ഓളം കറണ്ട് അഫയേഴ്സ് ഫാക്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഡിസ്കഷൻ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്, ടെലഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡിയും അതിൻ്റെ കൂടെ തന്നെ ക്വിക്ക് റിവിഷൻ എല്ലാം കൂടിയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷനുമായിട്ട് കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.